നമസ്കാരം. ഈ വീഡിയോ കാണുന്നത് ഒരു അച്ഛനോ അമ്മയോ ആണെങ്കിൽ ഇത് മുഴുവനായി നിങ്ങൾ കാണണം. ഇന്ന് നിങ്ങളുടെ കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു 5 മിനിറ്റ് നിങ്ങളുടെ കുട്ടിയുടെ കൂടെ ഇരിക്കണം, അവരെ ചേർന്നിരിക്കണം, മകളോടോ മകനോടോ ചേർന്നിരിക്കണം. എന്നിട്ട് അവരുടെ കണ്ണുകളിൽ നോക്കി ചോദിക്കണം, മകളെ അല്ലെങ്കിൽ മകനെ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കണം. വെറുതെ ചോദിക്കുകയല്ല വേണ്ടത്, ഹൃദയം കൊണ്ട് ചോദിക്കണം. കാരണം പല കുട്ടികളും നമ്മൾ അറിയാതെ വല്ലാത്തൊരു പോരാട്ടത്തിലായിരിക്കും. നമ്മുടെ മുമ്പിൽ അവർ ചിരിച്ച് കളിച്ച് കാണിക്കുന്നുണ്ടായിരിക്കും, സന്തോഷത്തോടെ നടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അറിയാതെ അവർ എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട്. എല്ലാ കുട്ടികളുടെയും കാര്യമല്ല പറയുന്നത്. ചില കുട്ടികൾ പുറമേ നോക്കുമ്പോൾ സന്തോഷമുണ്ടെന്ന് തോന്നുകയും എന്നാൽ ഉള്ളിൽ വല്ലാത്തൊരു ഭൂകമ്പം പോലെ, ഇരമ്പുന്ന കടൽ പോലെ, നീറിപ്പുകയുന്ന ഒരു അഗ്നിപർവ്വതം പോലെ അവർ ഉരുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഞാനത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ പരിചയമുള്ളൊരു ഫാമിലിയിൽ നടന്ന വലിയൊരു ദുരന്തമാണ്. അവരെ ഞാൻ പരിചയപ്പെടുന്നത് കഴിഞ്ഞ മാസമാണ്. വളരെ ഡീസൻ്റായിട്ട് സൊസൈറ്റി നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അവിടെ വെച്ച് അവരുടെ ഇളയ കുട്ടിയെ ഞാൻ കണ്ടിരുന്നു. മിടുക്കനായൊരു കുട്ടിയാണ്, +2 പഠിക്കുകയാണ്. വളരെ കഴിവുള്ള, എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് ഇടപെടുന്ന ഒരു കുട്ടി. കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞത് സ്കൂളിൽ നിന്ന് +2 പഠിക്കുന്ന കുട്ടിയാണ്. സ്കൂളിൽ നിന്നും വീട്ടിൽ വന്ന കൂട്ടത്തിൽ അവന് അമ്മയോട് എന്തോ സംസാരിച്ചിട്ട് മുറിയിലേക്ക് പോയതാണ്. മുറിയിൽ പോയി വാതിലടച്ചു. അച്ഛൻ വന്നിട്ടും മകൻ ഇറങ്ങി വരാത്തത് ശ്രദ്ധിച്ചിട്ട് അവർ വാതിലിന് മുട്ടിയപ്പോൾ തുറക്കുന്നില്ല, പൂട്ടിയിട്ടിരിക്കുകയാണ്. ബലമായിട്ടൊരു വാതിൽ തുറന്ന് അകത്ത് ചെന്നപ്പോൾ ഒരു മുഴം കയറിൽ അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെ കുറേ കാലം മുമ്പ് എനിക്ക് പരിചയമുള്ള മറ്റൊരാളുടെ ഒരു മകൻ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഫാമിലിയായിരുന്നു. പുറത്ത് അവരെന്ത് ആഘോഷത്തിനായിട്ട് പോയിട്ട് തിരിച്ചു വന്നതാണ്. കുളിക്കാനെന്ന് പറഞ്ഞ് ഇവനകത്ത് കയറി മുറിയുടെ വാതിലടച്ചു. കുറേ കഴിഞ്ഞിട്ട് ഇറങ്ങാതെ വന്നപ്പോൾ ഇതുപോലെ ബലമായിട്ട് തുറന്നപ്പോൾ ഇതുപോലെ ഒരു മുഴം കയറിൽ അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചതാണ്. ഇവരെക്കുറിച്ച് ഈ 2 ഫാമിലിയെക്കുറിച്ചും പുറത്ത് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും പറയും വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഫാമിലിയാണ്, കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയോ അവരെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്താണ് ഈ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? അവരുടെ മനസ്സിൽ എന്താണ് ഇത്രമാത്രം ഭാരമുള്ളത്? പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നതാണോ? അല്ലെങ്കിൽ അവരെ ആരും മനസ്സിലാക്കാത്തതാണോ? അതേ പ്രണയനൈരാശ്യമാണോ? അതോ ഏതെങ്കിലും സുഹൃത്തുക്കൾ അവരെ മാനസികമായി പീഡിപ്പിക്കുന്നതാണോ? അതോ അല്ലെങ്കിൽ പുറത്തുള്ള ആരെങ്കിലും ഇവരെ ഭയപ്പെടുത്തുന്നതാണോ? എന്തോ ഒരു ഭയം ഇവരുടെ ഉള്ളിലുണ്ട്. അത് തുറന്നു പറയാൻ കേൾക്കാൻ ഒരു ഹൃദയമില്ലാത്തപ്പോഴാണ് ഇവർ സ്വയം ഇല്ലാതായി പോകുന്നത്. അത്രമാത്രം ഒരു പളുങ്കു മനസ്സാണ് കുട്ടികൾ. പുറമേ ഇവർ ജെൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒരുപാട് കാട്ടായങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോഴേ അവർ വല്ലാതെ തളർന്നു പോകും. പല മാതാപിതാക്കളും മനസ്സിലെ സ്നേഹം പുറത്ത് കാണിക്കാതെ അവർ വളരെ സ്ട്രിക്റ്റായ പേരൻസായി വളരും. അവരെ ദേഷ്യപ്പെടും, മാർക്ക് കുറഞ്ഞ് അവരെ അടിക്കും, ശിക്ഷിക്കും. അവരുടെ കാര്യം കേൾക്കാൻ അവർക്ക് സമയമില്ല. നമ്മളെ വളർന്നൊരു സാഹചര്യത്തെ നോക്കുകയാണെങ്കിൽ അന്ന് നമ്മളെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ, ശിക്ഷിച്ചാൽ, നമ്മളൊരു 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്നാൽ നമ്മളെ കേൾക്കാൻ ആരും ഉണ്ടാവില്ല, ആ ചുവരുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് നമ്മുടെ കുട്ടിയെ ശിക്ഷിച്ചാൽ അവൻ്റെ മുറിയിൽ കയറി വാതിലടച്ചാൽ 4 ചുവരുകൾ മാത്രമല്ല അവനെ കേൾക്കാനുള്ളത്. അവൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈലിലൂടെ ഈ ലോകം തന്നെ അവനെ കേൾക്കാനുണ്ട്. അവനെ മനസ്സിലാക്കാനും, അവനെ ഉപദേശിക്കാനും, അവനെ വശീകരിക്കാനും, അവനെ വഴിതെറ്റിക്കാനും, അവൻ്റെ സങ്കടങ്ങൾ കേട്ട് അവരുടെ താല്പര്യങ്ങളൊക്കെ അവനെ കൊണ്ടുവരാനും ഒക്കെ വലിയൊരു സാധ്യതയാണ് 4 ചുവരുകൾക്കുള്ളിൽ അവൻ്റെ മുമ്പിലിരിക്കുന്നത്. ഇത് പറയാൻ കാരണം ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഈ കൗമാരക്കാരായ കുട്ടികളുമായി സംസാരിക്കേണ്ടത്, നിരവധി കുട്ടികളുമായിട്ട് സംസാരിച്ചു. അക്കൂട്ടത്തിലൊരു കുട്ടി പറഞ്ഞ ഒരു കാര്യം എന്നെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ആ വിവരം പൂർണ്ണമായിട്ട് ഇവിടെ പറയാൻ പറ്റില്ല. ഈ കുട്ടി 16 വയസ്സാണ്. ഇവന് പല സോഷ്യൽ മീഡിയ ഡേറ്റിംഗ് ആപ്പുകളിലും അക്കൗണ്ടുണ്ട്, അവന് ഫേക്ക് അക്കൗണ്ടുണ്ട്. അതിലൂടെ അവൻ പലരുമായിട്ട് ചാറ്റ് ചെയ്യുകയും അവൻ്റെ മനസ്സിൻ്റെ വികാര തലങ്ങൾ അവരുമായി പങ്കുവെക്കുകയും അതിലൂടെ അവൻ സുഖം കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഇവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാരെ ഇതുപോലെ അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വളരെ അക്രമാസക്തമായ രീതിയിൽ അവനോട് പെരുമാറുകയും അവൻ്റെ ലൈംഗിക വൈകൃതങ്ങൾക്ക് അവർ കൂട്ടുനിൽക്കുകയും ഒക്കെയാണ് അവൻ്റെ ഫാൻറ്റസി എന്ന് പറയുന്നത്. അതിനാണ് അവൻ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇങ്ങനെ സജീവമായി ജീവിക്കുന്നത്. ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടായി പിന്നെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുകയൊക്കെ ചെയ്യും. നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായൊരു കൂട് പണിത് അതിനകത്തിരുത്തി ജനലും വാതിലുകളും ഒക്കെ അടച്ച് അവനെ സേഫായിട്ട് അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നില്ല, ഒരു കൂരയുടെ കീഴിൽ താമസിക്കുമ്പോഴും ഒരു തീന്മേശയ്ക്ക് അരികിലിരുന്ന് ആഹാരം കഴിക്കുമ്പോഴുമൊക്കെ അവൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈല് ഒരു ഡിജിറ്റൽ വാതിൽ പുറത്തേക്ക് തുറന്നിട്ടിരിക്കുകയാണ്. നമ്മളറിയാതെ പലരും ആ വാതിലിലൂടെ ഉള്ളിലേക്ക് വരികയും പല പ്രശ്നങ്ങൾ കുടുംബത്തിൽ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് പല വീടുകളിലും പല ദുരന്തങ്ങളും സംഭവിക്കുമ്പോൾ നമ്മളിതിൻ്റെ യഥാർത്ഥ സോഴ്സ് അറിയുന്നില്ല. ഇതിൻ്റെയൊക്കെ സോഴ്സ് ഇത്തരത്തിലുള്ള ആപ്പുകളാണ്. ഞാനൊരു വിദഗ്ധനുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ആപ്പുകളെ നിയന്ത്രിക്കുന്ന സാധ്യമല്ല. അവരെവിടെ നിന്ന് വരുന്നു, എന്ത് ചാറ്റ് ചെയ്യുന്നു, എങ്ങനെ ചാറ്റ് ചെയ്യുന്നു എന്നൊന്നും ഒരു നിയമത്തിൽ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ കുട്ടികൾ പലതും അവരുടെ മൊബൈലിൻ്റെ സാധ്യതയെ ഹിഡൻ ആപ്പിനകത്ത് ഇത് ഒളിച്ചു വെക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇത് വല്ലാത്തൊരു ദുരന്തത്തിലേക്കാണ് പോകുന്നത്. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം കുട്ടികളല്ല. കുട്ടി ഭൂമിയിലേക്ക് വളരുന്ന സമയത്ത് നമ്മുടെ കൈകളിലേക്കാണ് അവരെ കിട്ടുന്നത്. നമ്മൾ അവരെ എങ്ങനെ വളർത്തുന്നു എന്നതിലാണ് അവരുടെ മാനസിക തലം വികസിപ്പിക്കുന്നത്.
ഒരു കുട്ടി മാർക്ക് കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ അവനോട് ചൂടാവും. ഈ ചൂടാകുന്ന സമയത്ത് അല്ലെങ്കിൽ മാർക്ക് ചോദിക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സോടെ വായിക്കാൻ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ അവനെ നമ്മൾ ശകാരിക്കുന്ന സമയത്ത് അവൻ്റെ സന്തോഷങ്ങളും കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. അവനൊന്ന് കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ ചങ്കിനോട് ചേർത്ത് നമ്മൾ ചെവി വെക്കാമെങ്കിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ പറയാതെ നമ്മളോട് പറയും. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാമെങ്കിൽ അവന് പലതും നമ്മളോട് പറയാനുണ്ട്. പക്ഷെ കേൾക്കാൻ നമ്മുടെ കാതുകൾക്ക് തയ്യാറല്ല. നമ്മളെപ്പോഴും അടച്ചു പൂട്ടിയിട്ട് ഒരു അച്ഛനും അമ്മയും എന്ന ഒരു ലേബലിൽ, ഒരു അധികാരത്തിൽ കുട്ടികളുടെ മുമ്പിൽ ഇടപെടുന്നിടത്താണ് ഈ വലിയൊരു അപകടം. ഒരു മൊബൈൽ ഉപയോഗിക്കുന്നത് തടയാനോ അല്ലെങ്കിൽ നീ അത് ഉപയോഗിക്കേണ്ടെന്ന് പറയാനും മൊബൈൽ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുട്ടികൾ കൂടുതൽ വഷളായി പോവുകയാണ് ചെയ്യുന്നത്. കാരണം അവനെ സ്വാധീനിക്കാനും അവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പല വ്യവസായങ്ങൾ വളർത്താനും കാത്തിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ചുറ്റിനുമുണ്ട്. അതുകൊണ്ട് ഡിജിറ്റൽ ലോകത്തിൽ നിന്നും അവരെ രക്ഷിക്കാനുള്ള ഒരേ ഒരു പാസ്വേഡ് എന്ന് പറയുന്നത് ലവ് ആണ്. LOVE, സ്നേഹം. ആ സ്നേഹം കൊണ്ട് മാത്രമേ, ആ ഒരു പാസ്വേഡ് കൊണ്ട് മാത്രമേ നമുക്ക് അവരെ തിരിച്ചു വിളിക്കാൻ പറ്റൂ. കുട്ടികളെ അമിതമായി ശകാരിക്കാതിരിക്കുക. അവരെ കേൾക്കാനുള്ളൊരു ഹൃദയവും സമയവും നമ്മൾ കണ്ടെത്തുക. നമ്മളാ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ കുറേ സമയം അവരോടൊപ്പം ഇരുന്ന് അവരെ കേൾക്കാൻ തയ്യാറാവുക. കാരണം അവർ വളരെ ബ്രിട്ടിലായിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ എൻ്റെ മകനുമായിട്ടൊരു തുറന്ന സംസാരത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പലരും മുഖം തിരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർ പറഞ്ഞു, എങ്ങനെയാണ് മക്കളോട് ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നതെന്ന്. നമ്മൾ തുറന്ന് സംസാരിക്കാതിരുന്നാൽ, നമ്മൾ അവരെ മനസ്സിലാക്കാതിരുന്നാൽ അവർ മറ്റാരെങ്കിലും കേൾക്കും. അതിലൂടെ അവരുടെ ലോകം കണ്ടെത്തും. ഒരു പക്ഷേ ആ ലോകം അവർക്ക് താങ്ങാതെ വരുമ്പോൾ അല്ലെങ്കിൽ കിട്ടാതെ വരുമ്പോൾ അവരവരുടെ ജീവിതം അവസാനിപ്പിക്കും. വളരെ പ്രശസ്തനായ ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ പറഞ്ഞത്, ദേഷ്യം പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന മാതാപിതാക്കളെയല്ല കുട്ടികൾക്ക് ആവശ്യം. അവരെ കേൾക്കുന്ന, അവരെ മനസ്സിലാക്കുന്ന, അവർക്ക് വേണ്ടി സമയം ചെലവാക്കുന്ന, അവരോടൊപ്പം ഇരിക്കുന്ന മാതാപിതാക്കളെയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഒരുപക്ഷെ വാതിലടയ്ക്കുമ്പോൾ തിരിച്ചു വാതിൽ തുറന്ന് സന്തോഷത്തോടെ വരണമെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്കുള്ള സമയത്തിൽ അവർ നമ്മളെ മനസ്സിലാക്കാൻ നമ്മൾ അവസരമൊരുക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ.